Good morning all. Voice clear ആണോ? Audible ആണല്ലോ? നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ either you can unmute your call or message. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ക്ലിയർ ആണോ? Clear. Okay, so we are starting. In last class we are discussed about DC power supply. Okay. Most of the electronic devices works with low voltage DC supply, but we are getting AC supply. Okay. So for many purpose we have to convert this AC power supply into DC supply. Okay. So this is the block diagram of a DC power supply. So we are getting input AC voltage and we are giving this input AC voltage to a transformer. Okay. Then this output of the transformer is given to a rectifier. Then the output of the rectifier is given to filter, and from the filter circuit to regulator. Okay. So in the input side we are getting an AC voltage waveform like this. This input voltage, single phase AC voltage magnitude will be 230 volt. Okay. And here we are using a transformer, that is step down transformer, for decreasing the magnitude of this AC voltage. Okay. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ ഫേസ് എ സി സപ്ലൈ 230 വോൾട്ട് ആണ്. സോ അത് നമ്മളൊരു ട്രാൻസ്ഫോമറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ട്രാൻസ്ഫോമർ is mainly used to step up or step down voltage. Okay. അതായത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനും വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുമായിട്ടാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ പേർപ്പസിനാണ്. അതായത് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് എ സി സിഗ്നൽ ട്രാൻസ്ഫോമറിലൂടെ പാസ് ചെയ്യും. ദെൻ ഔട്ട്പുട്ടിൽ നമുക്ക് ഡിക്രീസ്ഡ് മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ. സോ ഫ്രം ദി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ we are giving the output of this step down transformer to a rectifier. Okay. So what is the function of a rectifier? The rectifier, rectifier means it convert AC to DC. Okay. So AC നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് യൂണിഡയറക്ഷനിലായിട്ട്. അതായത് AC എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആണ്, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാവും. ദെൻ DC മീൻസ് യൂണിഡയറക്ഷനിലാണ്. സോ റെക്ടിഫയറിൻ്റെ ഫംഗ്ഷൻ എ സിന് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് റെക്ടിഫയർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ദിസ് റെക്ടിഫയർ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു ഫിൽട്ടർ സർക്യൂട്ട്. അപ്പോൾ റെക്ടിഫയർ ഔട്ട്പുട്ട് ഡി സി ആണെങ്കിലും അതിൽ നമുക്ക് എ സി കമ്പോണൻസും ഉണ്ടാവും. അതായത് മാഗ്നിറ്റ്യൂഡ് വേരിയിങ് മാഗ്നിറ്റ്യൂഡാണ് കിട്ടുന്നത്. 0 ടു ഒരു മാക്സിമം വാല്യൂയിലേക്ക് വേരി ചെയ്യുന്ന ഒരു വേരിയിങ് ഡി സി വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഇതിന് നമുക്ക് വേണ്ടുന്നതാണ് ഒരു കോൺസ്റ്റൻറ്റ് ഡി സി ആണ്. അപ്പോൾ റെക്ടിഫയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിന് ഒരു ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ ഫിൽട്ടർ സർക്യൂട്ടിൻ്റെ ഫംഗ്ഷൻ ഇതിലുള്ള എ സി കമ്പോണൻറ്റ് റെഡ്യൂസ് ചെയ്യാം. അതായത് ഇതിലെ എ സി കമ്പോണൻസിനാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. ടു റെഡ്യൂസ് ദി റിപ്പിൾസ് ഇൻ റെക്ടിഫയർ ഔട്ട്പുട്ട് വി ആർ യൂസിങ് ഫിൽട്ടർ സർക്യൂട്ട്. ഓക്കെ. അപ്പോൾ ഈ ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഈ റെക്ടിഫയർ സർക്യൂട്ടിൽ, അതായത് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഡി സിയുടെ റിപ്പിൾസ് റെഡ്യൂസ് ചെയ്യാനാണ് ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്താണ്, അത്ര വേരിയേഷൻ വരുന്നില്ല. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം 0 ടു മാക്സിമം വാല്യൂ ആണ് വാല്യൂ വേരി ചെയ്യുന്നത്. സോ ഇവിടെ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ എന്താണ്, വേരിയേഷൻ കുറഞ്ഞു, അതായത് റിപ്പിൾസ് ഡിക്രീസ് ചെയ്തു. ഓക്കെ. ദെൻ ദിസ് ഫിൽറ്റർ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു എ റെഗുലേറ്റർ. ദെൻ ഫ്രം ദി റെഗുലേറ്റർ വി ആർ ഗെറ്റിംഗ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഡി സി വോൾട്ടേജ്. ഓക്കെ. സോ ഇതാണ് ഒരു ഡി സി പവർ സപ്ലൈ ചെയ്യുന്നത്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദി about this DC power supply. Okay. So നമുക്കിനി ഇതിൽ ഓരോ കമ്പോണൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ, function of transformer is to step down. Here we are using step down transformer, that is for reducing the magnitude of input voltage. Okay.
Then we are discussing rectifier. That is, function of rectifier is convert AC to DC. Okay. So rectifier, mainly two rectifiers are there. Okay, half wave rectifier and full wave rectifier. So rectifier input we are giving AC voltage, അതായത് alternating AC voltage ആണ് റെക്ടിഫയറിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ റെക്ടിഫയേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, സോ ഹാഫ് വേവ് റെക്ടിഫയർ മീൻസ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഹാഫ് സൈക്കിൾ മാത്രമേ അത് റെക്ടിഫൈ ചെയ്യുള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന എ സി വോൾട്ടേജ് മീൻസ് ഇൻപുട്ട് വോൾട്ടേജിൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും വരുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഹിയർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അഗെയിൻ പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് സൈഡിൽ. ദെൻ ഔട്ട്പുട്ട് സൈഡ് റെക്ടിഫയർ ഔട്ട്പുട്ട്, അതായത് ഡി സി ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, സോ ഹാഫ് വേവ് റെക്ടിഫയർ മീൻസ് ഇറ്റ് റെക്ടിഫൈ ഓൺലി ഹാഫ് സൈക്കിൾ, അതായത് ഈ ഇൻപുട്ടിൻ്റെ ഹാഫ് സൈക്കിൾ മാത്രമേ റെക്ടിഫൈ ചെയ്യുള്ളൂ. നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൽ ഇതിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് സൈഡ് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടാവും, പോസിറ്റീവ് സൈഡ് കിട്ടും. ദെൻ നെഗറ്റീവ് സൈഡിൽ വാല്യൂസ് വരില്ല. ഓക്കെ, അഗെയിൻ പോസിറ്റീവ് സൈഡിൽ വരുമ്പോൾ വാല്യൂ വരും. ഓക്കെ, സോ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അതായത് ഹാഫ് സൈക്കിളിൽ മാത്രം റെക്ടിഫൈ ചെയ്തിട്ട് പോസിറ്റീവ് സൈക്കിളിൽ നമുക്ക് വാല്യൂ കിട്ടും, നെഗറ്റീവ് സൈക്കിൾ വാല്യൂ 0 ആയിരിക്കും. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, സോ ഹാഫ് വേവ് മീൻസ് അതായത് ഇൻപുട്ട് സൈക്കിളിൻ്റെ ഹാഫ് സൈക്കിൾ, അതായത് ഹാഫ് വേവ് മാത്രമാണ് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കിട്ടുന്നത്. സോ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇനി ഫുൾ വേവ് റെക്ടിഫയർ മീൻസ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും രണ്ടിലും റെക്ടിഫിക്കേഷൻ, അതായത് എ സി ടു ഡി സി ആയി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എ സി സൈക്കിളാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഫുൾ വേവ് റെക്ടിഫയറിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇത് ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, സോ ഔട്ട്പുട്ട് വേവ് ഫോം എന്തായിരിക്കും? ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം പോസിറ്റീവായിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് സൈക്കിളിൽ എന്താണ്? നെഗറ്റീവ് സൈക്കിളാണ്. സോ ഈ നെഗറ്റീവ് സൈക്കിൾ പാസ് ചെയ്യുമ്പോഴും ഈ റെക്ടിഫയർ എന്താവും? അതിനെ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് മാറ്റും. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം അഗെയിൻ അത് പോസിറ്റീവ് വരും. ദെൻ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്ത് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് full wave rectifier. Okay, so in half wave rectifier only one cycle is rectified, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ റെക്ടിഫിക്കേഷൻ നടക്കും, നെഗറ്റീവ് ഔട്ട്പുട്ട് വരുന്നത് 0 വാല്യൂ ആയിരിക്കും. ഓക്കെ, ദ സെയിം ടൈം ഇൻ ഫുൾ വേവ് റെക്ടിഫയർ ബോത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആർ റെക്ടിഫൈഡ്. അതായത് നമുക്ക് അതിൻ്റെ രണ്ട് സൈക്കിളിലും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും എന്ത് കിട്ടും? പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടും. ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും പോസിറ്റീവ് കിട്ടും. അതായത് ഫുൾ സൈക്കിള് കൺവേർഷൻ നടന്നു. അതാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇവിടെ ഹാഫ് വേവ് മാത്രമാണ് റെക്ടിഫിക്കേഷൻ, അതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ദെൻ ഫുൾ വേവ് റെക്ടിഫയർ പറയുമ്പോൾ രണ്ട് സൈക്കിളും നമുക്ക് രണ്ടിലും പോസിറ്റീവ് വാല്യൂസ് കിട്ടും. അപ്പോൾ എ സിനെ, ഇത് ഇൻപുട്ട് എ സി ആയിരുന്നു, അതിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ ഇൻപുട്ട് എ സി എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആണ്. ഇറ്റ് ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്. ഇൻ ഔട്ട്പുട്ട് ഇറ്റ് ഹാസ് ഓൺലി പോസിറ്റീവ് വാല്യൂസ്. ഓക്കെ, 0 to maximum value വരെ വേരി ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ഓൺലി പോസിറ്റീവ് വാല്യൂസ്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഇനി ഡിപ്പെൻഡിങ് ഓൺ ദി സർക്യൂട്ട് കണക്ഷൻ വി ആർ ക്ലാസിഫൈങ് ദിസ് ഫുൾ വേവ് റെക്ടിഫയർ ഇൻടു two types. First one center tapped rectifier and second one bridge rectifier. Okay, center tapped rectifier and bridge rectifier, these are the classification based on circuit. അതായത് എങ്ങനെയാണ് സർക്യൂട്ടിൽ കമ്പോണൻസ് കണക്ട് ചെയ്തത്. ഓക്കെ, രണ്ടും ചെയ്യുന്നത് സെയിം ഫംഗ്ഷൻ ആണ്. സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ രണ്ടിൻ്റെയും ഫംഗ്ഷൻ സെയിം ആണ്. ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി സെയിം. രണ്ടിൻ്റെ കേസിലും ഇതേ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുക. ബട്ട്
Okay, so output waveform രണ്ട് കേസിലും center tapped rectifier and bridge rectifier we are getting same output waveform, but the difference is that only in the circuit diagram. അതായത് സർക്യൂട്ടിൽ രണ്ടിലും കമ്പോണൻസ് കണക്ട് ചെയ്തതിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ, സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, സോ ഹിയർ വി ആർ ഡിസ്കസിങ് ഓൺലി അബൌട്ട് ബ്രിഡ്ജ് റെക്ടിഫയർ. ഹൗ ദി full wave bridge rectifier is working. Full wave bridge rectifier. Okay, so this is the circuit diagram of full wave bridge rectifier. അതായത് full wave bridge rectifier circuit diagram ആണിത്. So it consists of 4 diodes, that is D1, D2, D3 and D4. Okay, so this is the bridge rectifier configuration. It consists of 4 diodes D1, D2, D3 and D4. Okay, so ഈ ഡയോഡ്സ് 4 ഡയോഡ്സ് ഈ ഒരു ഫോമിലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു ബ്രിഡ്ജ് ഫോമിൽ. അതാണ് ഫുൾ വേവ്, ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ്, നോട്ട് ചെയ്യുക, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, so it has 4 diodes D1, D2, D3 and D4. Okay, so function of this full wave rectifier is to convert AC to DC value. Okay, so convert ചെയ്യാനുള്ള AC input ആണ് നമ്മളിവിടെ ഇൻപുട്ട് സൈഡിൽ AC കൊടുക്കും. then corresponding ഔട്ട്പുട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഒരു ലോഡാണ്, റെസിസ്റ്റൻസ് ആണ് ലോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് റെസിസ്റ്റൻസ് വാല്യൂ ലോഡാണ്. ഈ രണ്ട് ടെർമിനൽ അക്രോസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. then ഇവിടെ ഇൻപുട്ട് സൈഡ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. AC ഇൻപുട്ട് ഈസ് ഗിവൺ ടു ദിസ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇപ്പൊ റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഈ 4 ഡയോഡ് കോൺഫിഗറേഷൻ ആണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ വരുന്നത്. ഓക്കെ, then AC input is given to transformer. This transformer is step down transformer. Okay, so step down transformer ആണ്. so transformer നാണ് representing like this. 2 windings ഉണ്ടാവും, primary winding and secondary winding. then in between ഒരു core ആണ് ഇത് represent ചെയ്തിരിക്കുന്നത്. okay, so ഇതൊരു സിംഗിൾ ഫേസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ മീൻസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, സോ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനേക്കാളും കുറഞ്ഞ മാഗ്നിറ്റ്യൂഡാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുക. ഓക്കെ, സോ വി ആർ അപ്ലൈയിങ് ആൻ AC ഇൻപുട്ട് വോൾട്ടേജ്. ഇപ്പോൾ സിംഗിൾ ഫേസ് AC ഇൻപുട്ട് ആണെങ്കിൽ 230 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, then കറസ്പോണ്ടിങ് ആയിട്ട് റേഷ്യോനനുസരിച്ച് ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഈ രണ്ട് ടെർമിനലാണ് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഇവിടെ വൈൻഡിങ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻപുട്ട് സൈഡിൽ ദ നമ്പർ ഓഫ് ടേൺസ് ആർ മോർ. ഓക്കെ, സോ ഇൻ ഔട്ട്പുട്ട് സൈഡ് ദ നമ്പർ ഓഫ് ടേൺസ് ആർ ലെസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കുറയും മീൻസ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. സോ അതാണ് ഈ ട്രാൻസ്ഫോമറിനെ ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് ഇൻപുട്ടിൽ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഈ AB എന്ന് പറയുന്ന പോയിന്റ് ഇതിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ AC വോൾട്ടേജ് തന്നെയാണ്. അതായത് AB എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് AC വോൾട്ടേജ്, ഓൾട്ടർനേറ്റിംഗ് മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ AC ഇൻപുട്ടിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ്, അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. സോ മാഗ്നിറ്റ്യൂഡ് കൂടിയ ഒരു വോൾട്ടേജ് ആണ് ഇവിടെ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് സൈഡിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, then ഇവിടെ ഔട്ട്പുട്ട് സൈഡിൽ AB എന്ന് പറയുന്ന പോയിന്റിന് അക്രോസ് again we are getting an AC voltage but the magnitude will be low. Okay, compared to input മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ മാഗ്നിറ്റ്യൂഡിലുള്ള വോൾട്ടേജ് ആണ് കിട്ടുക. ഓക്കെ, ഇനി ഈ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്, ഈ കുറഞ്ഞ AC വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ 2 ഇൻപുട്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡയോഡ്സിനിടയിലുള്ള പോയിന്റ് ആണ്. ഒരു പോയിന്റ് ഇവിടെയാണ്, ഒരു പോയിന്റ് ഈ D2 D4, in between D2 and D4. Okay, so we are giving input
ഇൻ ദിസ് പോയിന്റ്, അതായത് ഇൻ ബിറ്റ്വീൻ D1 ആൻഡ് D3. D1 D3 എന്ന് പറയുന്ന രണ്ട് ഡയോഡ്സ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ടിൻ്റെ ഒരു പോയിന്റ്, അതായത് ഇവിടത്തേക്ക് കൊടുക്കും. ദെൻ അടുത്ത പോയിന്റ് ഈ D2 D4ന് ഇടയിലുള്ള പോയിന്റിലും കൊടുക്കും. ഓക്കെ, സോ ഇതാണ് റെക്ടിഫയറിൽ കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഈ AC ഇൻപുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാണ് റെക്ടിഫയറിൽ നമ്മൾ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലോ മാഗ്നിറ്റ്യൂഡ് AC വോൾട്ടേജ് ആണ്. സോ ഈ AC വോൾട്ടേജ് ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് ടെർമിനൽസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദിസ് ടു ഡയോഡ്സ്, അതായത് D1 D3ക്ക് ഇടയിലുള്ള ഈ ഒരു പോയിന്റും D2 D4ന് ഇടയിലുള്ള ഈ ഒരു പോയിന്റുമാണ്. ഈ രണ്ട് പോയിന്റിന് അക്രോസ് ആയിട്ടാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്, ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഒരു AC വേവ് ഫോം ആണ് ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി ആർ ടേക്കിംഗ് ഔട്ട്പുട്ട് ഫ്രം ദീസ് ടു പോയിന്റ്സ്, അതായത് ഈ ലോഡ് ടെർമിനൽസ് കണക്ട് ചെയ്തിരിക്കുന്ന R എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റിന് അക്രോസ് ആണ്. ഇതാണ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്. സോ ഈ രണ്ട് ഔട്ട്പുട്ട് പോയിന്റിലാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്, റെസിസ്റ്റൻസ്, അതായത് ലോഡ് റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗിവിംഗ് ഇൻപുട്ട് ടു ദീസ് ടു പോയിന്റ്സ് AB. ഈ രണ്ട് പോയിന്റിൽ ഇൻപുട്ട് കൊടുക്കുന്നു ആൻഡ് ടേക്കിംഗ് ഔട്ട്പുട്ട് ഫ്രം ദീസ് ടു പോയിന്റ്സ്. ഓക്കെ, സോ ഈ ഔട്ട്പുട്ട് എടുക്കുന്ന പോയിന്റ് അവിടെയാണ് ലോഡ് റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ റെക്ടിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ റെക്ടിഫയർ നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ AC കൊടുത്തു, എങ്ങനെയാണ് ഔട്ട്പുട്ട് സൈഡിൽ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം, ഈ ഇൻപുട്ടിന് രണ്ട് ഹാഫ് സൈക്കിൾ ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് സെക്കൻഡ് വൺ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ സർക്യൂട്ട് എങ്ങനെയാണ് ബിഹേവിയർ, സോ അതാണ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ഫസ്റ്റ് സൈക്കിൾ, അതായത് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട്. ഓക്കെ, സോ ഇത് മാത്രമാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് the voltage applied across these 2 points, voltage applied between A and B എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, സോ വി ക്യാൻ കൺസിഡർ ദിസ് പോയിന്റ് A as more positive compared to this point B. ഓക്കെ, സോ ഒരു പോസിറ്റീവ് വോൾട്ടേജ്, അതായത് ഇപ്പോൾ DC വോൾട്ടേജ് 5 വോൾട്ട് എന്ന് പറയുമ്പം ഒരു പോയിന്റ് ഇത് മൈനസ്, മറ്റേത് ഒരു പോയിന്റ് പ്ലസ് ഒരെണ്ണം മൈനസ് ആയിട്ടാണ് DC ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അതേ കൺസെപ്റ്റ് ഇവിടെ എടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് വോൾട്ടേജ് പോസിറ്റീവ് ആണ്, മാഗ്നിറ്റ്യൂഡ് ആണ് വേരി ചെയ്യുന്നത്. സോ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ പോസിറ്റീവ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഒരു ടെർമിനൽ പോസിറ്റീവ്, മറ്റേ ടെർമിനൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒന്ന് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അതർ ടെർമിനൽ. ഓക്കെ, സോ ഇവിടെ A എന്ന് പറയുന്ന പോയിന്റ് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടെർമിനൽ B ആയിരിക്കും. ഓക്കെ, during the positive half cycle the point A is more positive with respect to terminal B. So ഈ terminal A എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു more positive and terminal B is connected between D2 and D4. So B is negative and A is positive. Okay, so now we have to consider the conduction period of diode D1 D3 D2 and D4. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ പോയിന്റ് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആകുമ്പം ഡയോഡിൽ ഏത് കണ്ടക്ട് ചെയ്യും, D1 ഓർ D3. ഓക്കെ, അപ്പോൾ ഡയോഡിന് രണ്ട് ബയാസിങ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ ആൻഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഡയോഡ് കണ്ടക്ട്സ് ഓൺലി ഡ്യൂറിങ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. സോ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ മീൻസ് വാട്ട്, ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ anode of the diode is connected to positive side of supply and cathode is connected to negative side of the supply. Okay, so that's forward biased condition. അത് ആനോഡ് എന്ന് പറയുന്നത് ഈ പോയിന്റ്, ആനോഡ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് കാത്തോഡ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ ആ ഒരു കണ്ടീഷനിലാണ് എന്ത് പറയുന്നത്, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഓക്കെ, ദെൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ മീൻസ് anode is connected to negative side and cathode is connected to positive side. Okay, so അതാണ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഓരോ ഡയോഡ്, ഏതൊക്കെ ഡയോഡാണ് ഈ കേസിൽ ഫോർവേഡ് ബയാസ്ഡ്, ഏതൊക്കെ ഡയോഡാണ് റിവേഴ്സ് ബയാസ്ഡ് എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ A ഈസ് മോർ പോസിറ്റീവ്. സോ A എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, ബിറ്റ്വീൻ D1 ആൻഡ് D3. ഓക്കെ, ഇതിനിടയിലാണ് A എന്ന് പറയുന്ന പോയിന്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്താണ്, പോസിറ്റീവ് ആണ്.
ഓക്കെ. സോ ഡയോഡ് D1 എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കോ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കോ ചെക്ക് ചെയ്യാം. ഓക്കെ. സോ D1ന്റെ ഈ ടെർമിനൽ എന്താണ്? ആനോഡാണ്. ഓക്കെ. സോ ആനോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ്. ഓക്കെ. സോ ആനോഡ് കണക്റ്റഡ് ടു പോസിറ്റീവ് മീൻസ് ഡയോഡ് D1 എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് വിൽ കണ്ടക്ട്. Okay, so during positive half cycle, diode D1 will be in forward biased condition and D1 will conduct. ഇനി D3 ന്റെ കേസ് നോക്കുക. D3 എന്താണ്? D3 ന്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കാത്തോഡ് ആണ്. ഓക്കെ. ആൻഡ് കാത്തോഡ് ഈസ് കണക്റ്റഡ് ടു positive side. So cathode connected to positive side means it is in D3 in reverse biased condition. Okay, D3 reverse biased condition ആണ്. So it won't conduct. അതായത് D3 conduct ചെയ്യില്ല. Okay, so during positive half cycle D1 will be in forward biased condition and this diode D3 will be in reverse biased condition. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹാഫ് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ D1 കണ്ടക്ട് ചെയ്യും, D3 കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. ഇനി അടുത്ത സൈഡ് നോക്കാം. ഇവിടെ എന്താണ്? ബി ഈസ് നെഗറ്റീവ്. ഓക്കെ. സോ ബി എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ആണ്. ആ ഒരു ടെർമിനലാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡയോഡ്സ് കൺസിഡർ D2 ആൻഡ് D4. ഓക്കെ. സോ ദിസ് നെഗറ്റീവ് സൈഡ് ഈസ് കണക്റ്റഡ് ടു ആനോഡ് ഓഫ് D2. D2 എന്ന് പറയുന്ന ഡയോഡിന്റെ ആനോഡ് ടെർമിനലാണ് ഇത്. സോ ആനോഡ് ടെർമിനലാണ് എന്ത് വരുന്നത്? നെഗറ്റീവ് വരുന്നത്. സോ നെഗറ്റീവ് സൈഡ് ആനോഡിൽ വരുമ്പോൾ എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ. സോ റിവേഴ്സ്ഡ് ബയാസ്ഡ് കണ്ടീഷൻ മീൻസ് D2 കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. സോ ഈ ഒരു ടെർമിനൽ നെഗറ്റീവ് സൈഡ് ആണ്. സോ നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു ആനോഡ് ഓഫ് D2. ആനോഡിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? D2 റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആണ്. D2 won't conduct. ഓക്കെ. ഇനി D4 നോക്കുക. D4 എന്താണ്? D4ന്റെ കാത്തോഡ് ആണ് ഈ ടെർമിനൽ വരുന്നത്. ഓക്കെ. സോ കാത്തോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ കാത്തോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് മീൻസ് D4 എന്താ? D4 കണ്ടക്ട് ചെയ്യും. ഓക്കെ. ഡയോഡ് D4 കണ്ടക്ട് ചെയ്യും. ഓക്കെ. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫ്രം ദീസ് 4 ഡയോഡ്സ് D1 ആൻഡ് D4 കണ്ടക്ട്സ്. ഓക്കെ. അതായത് ഈ 4 ഡയോഡ്സ് ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 2 ഡയോഡ് മാത്രമേ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുള്ളൂ. ബാക്കി 2 ഡയോഡും കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. സോ D1 ആൻഡ് D4 കണ്ടക്ട്സ്. ദാറ്റ് ഈസ് D1 ആൻഡ് D4 ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. സോ ദീസ് 2 ഡയോഡ്സ് വിൽ കണ്ടക്ട്. ഓക്കെ. ആൻഡ് ഡയോഡ് D2 ആൻഡ് D3 വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. സോ ഇറ്റ് വോണ്ട് കണ്ടക്ട്. ഓക്കെ. സോ ഈ 2 ഡയോഡ്സും D1ഉം D4ഉം മാത്രമാണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ D1ഉം D4ഉം കണ്ടക്ട് ചെയ്യും, D2ഉം D3ഉം കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. സോ കണ്ടക്ഷൻ നമ്മൾ എങ്ങനെയാണ് നോക്കിയത്? അതിന് ഏതാണോ ഫോർവേഡ് ബയാസ്ഡ് നോക്കിയിട്ടാണ് കണ്ടക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ. സോ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എ എന്ന് പറയുന്ന പോയിന്റ് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. സോ ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ D1ന്റെ ആനോഡിലാണ് പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ D1 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. സോ D1 കണ്ടക്ട് ആൻഡ് D3 റിവേഴ്സ് ബയാസ്ഡ്, അത് കണ്ടക്ട് ചെയ്യില്ല. അതുപോലെ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ഇവിടെ D2 റിവേഴ്സ് ബയാസ്ഡ്, ഇത് കണ്ടക്ട് ചെയ്യില്ല. D4 ഫോർവേഡ് ബയാസ്ഡ്, ഇത് കണ്ടക്ട് ചെയ്യും. ഓക്കെ. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നമ്മളിപ്പോൾ ഹാഫ് സൈക്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. But during positive half cycle D1 and D4 conducts. ഈ 2 ഡയോഡും കണ്ടക്ട് ചെയ്യും, ഈ 2 ഡയോഡും കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. സോ കറണ്ട് ഫ്ലോ എങ്ങനെയാണ് വരിക? ഈ 2 ഡയോഡ് D1 D4 മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ എ എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ. സോ എ എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് സൈഡ് ആണ്. സോ ഇത് കണ്ടക്ട് ചെയ്യാൻ മീൻസ് എന്താണ്? ഇതിലൂടെ കറണ്ട് D1ലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ. സോ അത് നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. സോ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ. ഞാൻ ഇവിടെ സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതിൽ നമ്മൾ എന്താ എഴുതുന്നത്? D1 ആൻഡ് D4 കണ്ടക്ട് ചെയ്യും, D2 ആൻഡ് D3 won't conduct. ഓക്കെ. സോ D1 ആൻഡ് D4 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ D1 D4 കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. D1 ആൻഡ് D4 കണ്ടക്ട് ചെയ്യും. Then D2 and D3 won't conduct. ഓക്കെ. സോ ഇത് രണ്ടും കണ്ടക്ട് ചെയ്യില്ല. സോ D2 ആൻഡ് D3 എന്താണ്? കണ്ടക്ട് ചെയ്യില്ല, അതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സോ ഇത് ഓപ്പൺ ആയിട്ട് കാണിച്ചേക്കുന്നത്. കണ്ടക്ട് ചെയ്യില്ല മീൻസ്
there won't be any current flows through this diodes. D2-ലൂടെയും D3-ലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആയി കാണിച്ചിരിക്കുന്നു. D1-ലൂടെയും D4-ലൂടെയും കണ്ടക്ട് ചെയ്യും. അത് രണ്ടും ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. D1-ലേക്ക് എ എന്ന് പറയുന്ന പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ മോർ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇതിലൂടെ കറണ്ട് D1-ലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു, ഇവിടെ എത്തി. ഇവിടെ D2 കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, D2 കണ്ടക്ട് ചെയ്യുന്നില്ല. സോ കറണ്ട് എവിടത്തേക്ക് പോകും, ത്രൂ ലോഡ് റെസിസ്റ്റർ R-ലൂടെ ഫ്ലോ ചെയ്തു. ദെൻ D4 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ത്രൂ D4 എന്ത് ചെയ്യും, റിവേഴ്സ് ഈ മൈനസിലേക്ക് തിരിച്ചെത്തി. ഓക്കെ, സോ ലോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് സൈഡ്, ഇവിടെ സപ്ലൈയുടെ പോസിറ്റീവ് സൈഡാണ് ആറിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് സൈഡ്. ദ നെഗറ്റീവ് സൈഡ് കണക്റ്റഡ് ടു ദിസ് പോയിന്റ്. ഓക്കെ, സോ ഈ ലോഡിൻ്റെ അപ്പർ പോർഷനിൽ പോസിറ്റീവും ലോവർ പോർഷനിൽ നെഗറ്റീവും കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു നമ്മൾ എടുത്തിരിക്കുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മീൻസ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ്, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ മോർ പോസിറ്റീവ് പോർഷൻ ഹിയർ, മോർ നെഗറ്റീവ് പോർഷൻ ഹിയർ. ഓക്കെ, സോ ഈ പോസിറ്റീവ് സൈഡ് ലോഡിൻ്റെ ഇവിടത്തേക്ക് കണക്ട് ചെയ്തു, അതായത് ഇതാണ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഇത് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ലോഡിൽ കിട്ടുന്ന എന്താണ്, ഔട്ട്പുട്ട് സൈഡിൽ ഈ ഒരു ഹാഫ് സൈഡിൽ നമുക്ക് എന്ത് വോൾട്ടേജ് കിട്ടും, ഈ ഒരു വോൾട്ടേജ് കിട്ടും. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ വർക്കിംഗ്. ക്ലിയർ ആണോ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Okay, so during negative half cycle of input waveform, so next we are considering negative half cycle of input waveform. Okay, so negative half cycle means നമ്മൾ ഓൾറെഡി പോസിറ്റീവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നെഗറ്റീവ് ഇൻപുട്ടിൻ്റെ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, നെഗറ്റീവ് വേവ് ഫോം ആണ്. ഓക്കെ, ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് കിട്ടുന്നത് ഈ പോയിന്റിന് അക്രോസ്. എ ബി എന്ന് പറയുന്ന പോയിന്റിന് അക്രോസ് വി ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, സോ നെഗറ്റീവ് വോൾട്ടേജ് മീൻസ് ഇവിടെ എന്തായിരിക്കും, എ ബിക്ക് അക്രോസ് ഈ ഒരു പോയിന്റ് നെഗറ്റീവ് വോൾട്ടേജ്. ഇപ്പോൾ 5 വോൾട്ട് നെഗറ്റീവ് മീൻസ് നമ്മൾ എന്താ പറയാം, എ ഈസ് നെഗറ്റീവ്, മോർ നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി എന്നല്ലേ പറയാം. ഓക്കെ, സോ വി ക്യാൻ കൺസിഡർ എ ആസ് നെഗറ്റീവ് ആൻഡ് ദിസ് പോയിന്റ് ബി ആസ് പോസിറ്റീവ്. ഓക്കെ, സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ എ എന്ന് പറയുന്ന പോയിന്റ് മോർ നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഈ കേസിൽ എന്ത് വരും, ഏതൊക്കെ ഡയോഡാണ് ഫോർവേഡ് ബയാസിൽ നോക്കുക. ഓക്കെ, സോ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എന്താണ്, ഈ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ എ നെഗറ്റീവ് മീൻസ് ഈ D1 D3 ഏതാണ് ഫോർവേഡ് ബയാസ്ഡ് നോക്കുക. ഓക്കെ, സോ ദിസ് നെഗറ്റീവ് സൈഡ് ഈസ് കണക്റ്റഡ് ടു ആനോഡ് ഓഫ് D1. D1ന്റെ ആനോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ D1 എന്തായിരിക്കും, D1 റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ റിവേഴ്സ് ബയാസ്ഡ് മീൻസ് ഇറ്റ് വോണ്ട് കണ്ടക്ട്. ഓക്കെ, D1 കണ്ടക്ട് ചെയ്യില്ല. ഇനി ഇവിടെ നോക്കുക, D3 എന്താണ്, D3ന്റെ കാത്തോഡാണ് ഇത്. ഓക്കെ, സോ നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു കാത്തോഡ് ഓഫ് D3. സോ D3 എന്തായിരിക്കും, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആൻഡ് ഇറ്റ് വിൽ കണ്ടക്ട്. ഓക്കെ, സോ D3 കണ്ടക്ട് ചെയ്യും. ഇനി അടുത്ത ടെർമിനൽ നോക്കുക, ബി എന്ന് പറയുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എ ദിസ് പോസിറ്റീവ്. ഓക്കെ, സോ ഇവിടെ എന്താണ്, പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് വരുമ്പോഴെന്താണ്, D2 ഡയോഡ് D2 ആൻഡ് D4 കൺസിഡർ ചെയ്യാം. സോ D2 എങ്ങനെയാണ്, D2ന്റെ ആനോഡ്, അതായത് പോസിറ്റീവ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. സോ ഇതെന്തായിരിക്കും, D2 ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് വിൽ കണ്ടക്ട്. ഓക്കെ, ഇനി D4 എന്താണ് വരിക, D4 പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു കാത്തോഡ്. സോ പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു കാത്തോഡ് മീൻസ് ഇറ്റ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആൻഡ് ഇറ്റ് വോണ്ട് കണ്ടക്ട്. ഓക്കെ, സോ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 ആൻഡ് D3 വിൽ കണ്ടക്ട്. അതായത് നേരത്തെ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യാതിരുന്ന രണ്ട് ഡയോഡ്. ഓക്കെ, സോ അതാണ് ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ പോസിറ്റീവിൽ കണ്ടക്ട് ചെയ്തിരുന്ന രണ്ടെണ്ണം ഇപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യില്ല.
ഓക്കെ. സോ ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 ആൻഡ് D3 വിൽ കണ്ടക്ട് ആൻഡ് D1 D4 കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. സോ ഈ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് സൈഡ് നെഗറ്റീവ് ആണ്. സോ ഔട്ട്പുട്ടിൽ ലോഡിന് അക്രോസ് എന്താണ് വോൾട്ടേജ് കിട്ടാൻ നോക്കണം, കാരണം നമുക്ക് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആണോ കിട്ടുന്നത്. ഓക്കെ. സോ ഇവിടെ എന്താണ്, ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ. സോ എ എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ആണ്, ബി ഈസ് പോസിറ്റീവ്. സോ കറണ്ട് ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. സോ കറണ്ട് ഫ്ലോ എങ്ങനെയാ വരിക, ബി പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ടു ഏതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, D2. ഓക്കെ. സോ ഇവിടെ D2 ആണ് ഫോർവേഡ് ബയാസ്. സോ D2 ദെൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, D1 കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. ദെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ലോഡ്. സോ ഇവിടെ എന്താണ്, പോസിറ്റീവ് സൈഡ് ഈസ് കണക്റ്റഡ് ടു ലോഡ്. സോ ഇവിടെ പോസിറ്റീവ് വന്നു. ഓക്കെ. ദെൻ ത്രൂ ദിസ് ലോഡ് റെസിസ്റ്റർ ആർ കറണ്ട് ഫ്ലോസ് ത്രൂ, ഇവിടെ D4 കണ്ടക്ട് ചെയ്യുന്നില്ല. ദെൻ D3 ടു എവിടത്തേക്ക് പോകും, നെഗറ്റീവ് സൈഡ് ഇവിടത്തേക്ക് പോകും. ഓക്കെ. സോ ഇവിടുന്ന് ബിന്ന് വന്നു, ബി പോസിറ്റീവ്, ദെൻ ത്രൂ D2 പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദിസ് അപ്പർ പാർട്ട്. ഓക്കെ. ദെൻ ത്രൂ ലോഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് പോയിന്റ് ടു എ. ഓക്കെ. സോ എ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ. സോ ഈ നെഗറ്റീവ് സൈഡ് ഇവിടെ വന്നു, താഴെ വന്നു, ദിസ് പോസിറ്റീവ് സൈഡ് ഇവിടെ വന്നു. ഓക്കെ. സോ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എങ്ങനെയായിരിക്കും, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ ഇവിടെ ലോഡിൽ എത്തിയപ്പോഴെന്താ, ലോഡിന് അക്രോസ് കിട്ടുന്നത് എങ്ങനെയാണ്, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് മീൻസ് നമ്മൾ എങ്ങനെയാ വേവ് ഫോം റെപ്രസെന്റ് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടല്ലേ. ഇവിടെ പോസിറ്റീവ് സൈഡ് ഇവിടത്തേക്ക് കണക്ട് ചെയ്തു, നെഗറ്റീവ് സൈഡ് ഇവിടത്തേക്ക് കണക്ട് ചെയ്തു. ഓക്കെ. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ടെർമിനൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്താണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. സോ ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നത്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തത് എന്താണ്, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്തത്, D2 ആൻഡ് D3. ഓക്കെ. സോ ഈ ഡയോഡ് D2 D3 ആണ് കണ്ടക്ട് ചെയ്തത്. സോ ഇവിടെ മോർ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് സൈഡ് എന്തായി, പ്ലസ് എന്ന് പറയുന്ന പോസിറ്റീവ് സൈഡ് ഇതിലൂടെ പോയി ഇവിടെ കണക്ട് ആയി, ഇവിടെ പ്ലസ് വന്നു. ദെൻ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്തു, ഇതിലൂടെ വന്നു, ദെൻ ത്രൂ D3 ഇവിടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ. സോ ഇവിടെ എന്ത് കിട്ടി, ഇവിടെ പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ്. സോ ഇവിടെ പ്ലസ് മൈനസ് എന്ന് വരുമ്പോൾ എന്താണ്, ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് വരും. ഓക്കെ. ഇതേപോലെ തന്നെയായിരുന്നു ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്, ഇവിടെ എത്തിയപ്പം ഇവിടെ പ്ലസ് മൈനസ്, അതായത് പോസിറ്റീവ് സൈക്കിൾ ആണ് വന്നത്. ഓക്കെ. സോ ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പോസിറ്റീവ് ആൻഡ് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ. സോ രണ്ട് ഹാഫ് സൈക്കിളും, പോസിറ്റീവ് ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇൻപുട്ടിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയ വോൾട്ടേജ് എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ. സോ ഇതാണ് വേവ് ഫോം. ഓക്കെ. സോ വേവ് ഫോം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 D4 കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. D1 D4 കണ്ടക്ട് ചെയ്യുന്നു, പോസിറ്റീവ് സൈഡ് തന്നെ നമുക്ക് കിട്ടുന്നു. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്, D2 D3 കണ്ടക്ട് ചെയ്യുന്നു, ലോഡിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് പോസിറ്റീവ് ആണ്. ഓക്കെ. സോ ഇവിടെ റെക്ടിഫിക്കേഷൻ നടന്നു, അതായത് AC-നെ ഇവിടെ കിട്ടിയിരിക്കുന്ന AC ഇൻപുട്ടിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്തു, DC ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ. സോ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യുന്നത്, AC ടു DC കൺവേർഷൻ. ഇവിടെ AC DC എന്ന് പറയുമ്പോൾ എന്താണ്, യൂണി ഡയറക്ഷൻ, ഒരു സൈഡിൽ മാത്രമാണ് വേവ് ഫോം വരുന്നത്. ഇവിടെ ഇൻപുട്ട് സൈഡിൽ എന്താണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ. സോ നെഗറ്റീവിനെയും എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, പോസിറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ്. സോ ക്ലിയർ ആണല്ലോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ സർക്യൂട്ട് ഡയഗ്രാം ഓർത്തിരിക്കുക. പോസിറ്റീവ് സൈക്കിളിൽ ഹാഫ് സൈക്കിളിൽ എന്താണ് വരുന്നത് നോക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ വോൾട്ടേജ് നോക്കുക, ഏതൊക്കെ ഡയോഡ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് നോക്കുക. ഓക്കെ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ രണ്ട് ഡയോഡ്സ് ആണ് കണ്ടക്ട് ചെയ്യുക, D1 ആൻഡ് D4. ഇത് രണ്ടും കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുമ്പം D2 D3 കണ്ടക്ട് ചെയ്യും. ലോഡിന് അക്രോസ് എപ്പോഴും നമുക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് വോൾട്ടേജ് കിട്ടും. ഓക്കെ. ക്ലിയർ, വർക്കിംഗ് ക്ലിയർ ആണല്ലോ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ക്ലിയർ. ഓക്കെ.
ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 3 and 4 അവർ വർക്ക്ഷോപ്പാണ്. സോ വർക്ക്ഷോപ്പിൻ്റെ അവറും തിയറി തന്നെയായിട്ടാണ് എടുക്കുക കേട്ടോ.